5-6 ഉണ്ട്. ഫോണിൽ എടുത്ത് നോക്കിയാൽ ഇന്ന സേവ് വെച്ച കാക്കച്ചി റമീസിനായിട്ട് സേവ് ഉമ്മാന്റെ അടുത്ത് പോയി കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് പ്രസവിക്കുമ്പോ കുറച്ച് കുങ്കുമപ്പൂ കളിക്കി കൊടുത്തിരുന്നു. ബാക്കി 4 മക്കളും വെളുത്തിട്ടാണ്. എല്ലാം വെളുത്തിട്ടാ? ബാക്കി 4 വെളുത്തിട്ട് പാണ്ടാറങ്ങാൻ. ഈ വീഡിയോക്ക് അടിയിൽ ഞാൻ കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു കമന്റാണ്, ഈ കറുപ്പ് നിറത്തെ ഇകഴ്ത്തി കാണിക്കൽ കൂടുതലുള്ളത് ഇസ്ലാം മതത്തിലാണ്. അതായത് റാഷിസം എന്നുള്ളത് കൂടുതലായി കാണപ്പെടുന്നത് ഇസ്ലാം മതത്തിലാണെന്ന്. എങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണയിൽപ്പെട്ടവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വെളുവെളുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിനെയും കറുകറുത്ത ബിലാൽ റളിയല്ലാഹുവിനെയും ഒരേ തളികയിൽ ഇരുന്ന് ഭക്ഷണം കഴിപ്പിച്ച പ്രവാചകന്റെ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ദിനേനയുള്ള ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ 5 വക്ത് നിസ്കാരത്തിന്റെ കിബില പോലും ഇസ്ലാം മതം നിശ്ചയിച്ചിട്ടുള്ളത് കറുത്ത കില്ലയാൽ പുതപ്പിച്ചിട്ടുള്ള കഅബയിലേക്കാണ്. ഇത്തരം ഒരു കറുപ്പിനെ ഇകഴ്ത്തുന്ന ഒരു മതമാണെങ്കിൽ ശുദ്ധ കഅബയെ കറുപ്പിനാൽ പുതപ്പിക്കുമായിരുന്നില്ല. ദിനേനയുള്ള ഒരു വിശ്വാസിയുടെ നിസ്കാരത്തിന്റെ മുന്നോടിയായിട്ടുള്ള ബാങ്ക് കർമ്മം പോലും പ്രവാചകൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് കറുകറുത്ത ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹുവിനെ ആയിരുന്നു. തൻ്റെ ഉമ്മ പ്രസവിച്ചിട്ട് ഒരു വെളുത്ത ശരീരം ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരമാണെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഹദീസുകളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കറുപ്പോ വെളുപ്പോ നോക്കിയിട്ടല്ല, കളറ് നിറങ്ങളിലേക്ക് നോക്കിയിട്ടല്ല ഒരു വ്യക്തിയുടെ സ്ഥാനം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെടുന്നത്. തഖ്വയിൽ അനുഷ്ഠിതമായ സൂക്ഷ്മത കൊണ്ട് ജീവിച്ചൊരു വ്യക്തിയാണോ അവൻക്കാണ് വിജയമുള്ളത്. പിന്നെ എന്തിനാണ് ഈ കറുപ്പും വെളുപ്പും ഇത്തരം 2 കളറുകളിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണെങ്കിൽ അതിനുള്ള മറുപടി പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ പല ഗോത്രങ്ങളിലായിട്ടും പല നിറങ്ങളിലായും സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നിറങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടിയുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്.